ഞങ്ങളുടെ ക്രിസ്മസിന്റെ കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഡൊമിനിക് അങ്കിളാണ്. അമ്മല്ല, ഡൊമിനിക് അങ്കിൾ ഇന്ന് വന്ന സാധനമാണ് സ്പെഷ്യൽ. അപ്പൊ എന്നെ അമ്മ കൊടുത്തോ, വൈകുന്നില്ലെന്ന്. അതെ, ചെറിയ കഷ്ണം കൊടുത്ത് പറ്റിച്ച്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എടീ, മേരി ക്രിസ്മസിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ഇന്നലെ കട്ട് ചെയ്തെങ്കിൽ എല്ലാരും കഴിക്കൂ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. വൈനോടെ വൈനോടെ അടിയാണ് അടി. അടിയാ? അടിയാണ് നമ്മ പറയണേ, അടിയാന്ന് ഞാൻ ഇവിടെ നിന്ന്. എടാ, വാചകത്തിന്റെ മൂലക്ക് 4 ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ട് അമ്മ പറയണ എന്നോട്, ഇത് അടിയാണ്, അടി. അതെ, സാധനം കുറച്ച് കൂടുതലാണ്, അതാണ്. കഴിച്ചപ്പോ ഞങ്ങളുടെ പുൽക്കൂടൊക്കെ നോക്കി, ഒരു കുഞ്ഞു പുൽക്കൂടാണ്. നമ്മളുള്ള സ്ഥലത്ത് നമ്മളെ ടീപ്പൊക്കെ സെറ്റ് ചെയ്ത് തേനയൊക്കെ മുളപ്പിക്കായിട്ടേക്കണേന്. അപ്പോൾ ഞാനും കൊച്ചിൻ്റെ കണ്ണൂരേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് അവിടെയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ കേക്ക് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ സൈഡിലൊക്കെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണ്ട. ടോബി ഇരിക്കും, നോക്കി ടോബി. ടോബി അപ്പൂപ്പനോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മൊത്തം ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പോൾ ദേ ഞങ്ങളുടെ വീട്ടിൽ ഇതേ ലൈറ്റ് ഇട്ടേക്ക് നോക്കി. ഇനി ഇവിടെ ഒരു ലൈറ്റൊക്കെ കൂടി ഇടണം എന്നുണ്ടായി, നടന്നില്ല. ഞങ്ങളുടെ ഓഫീസ് റൂം നോക്കി, അവിടെ നിന്ന് മുകളിലുള്ള ലേസർ ഇങ്ങോട്ട് അടിച്ചു വെച്ചേക്കുന്നത്. അത് നേരെ ഈ മരത്തിൽ ചെന്ന് ഇത് ഇവിടേക്ക് അടിച്ചിട്ടുണ്ട്, കണ്ട. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ നമുക്ക് കാണണ്ടേ? ഞാൻ ഇങ്ങനെ വരും. യെസ്, ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾ ചോറ് എന്നിട്ട് നേരെ ഇറങ്ങാന്ന് വിചാരിച്ചേക്കണേന്. അപ്പൊ അമ്മയുടെ സ്പെഷ്യൽ പോർക്ക് ഉണ്ട്. മറ്റേ ഇതുണ്ടല്ല, എന്താ ഇതിനെ പറയണ, എനിക്ക് വയറ് വെള്ളം തന്നെ. പോർക്കിൽ മറ്റേ തേങ്ങാകൊത്ത്, തേങ്ങാകൊത്ത്. മീൻ എനിക്ക് വേണ്ട. പിന്നെ ബീഫും ഉണ്ട്, പിന്നെ അച്ചാറും. ഏറ്റവും കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ആ ഗൈസ്. അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങട്ടെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കൊച്ചിന്റെ വീട്ടിലെ പുൽക്കൂടും അവിടത്തെ ഓണം പരിപാടിയാണ്. യെസ് ഗൈസ്, അപ്പൊ ക്രിസ്മസ് ആണ് കാണാൻ പോണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളിത് വീട്ടിലെത്തി. ഞാൻ നല്ല ഉറക്കം വരുന്നട്ടെ. എനിക്ക് രാവിലെ ഒരു 7 മണിയായപ്പോ നല്ല ഉറക്കം വന്ന് ഞങ്ങള് 7 മണിക്ക് എത്തണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്കും പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി വന്നവർക്ക്. പിന്നെ കൊച്ചിന് മനസ്സിലായി, കൊച്ചു വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞങ്ങളതേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചിന്റെ വീട്ടിലെ കാഴ്ചകൾ കാണാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് അങ്ങനെ നമ്മുടെ ലഗേജ് അതിനുണ്ട് കൈസ്. അപ്പൊ ഞങ്ങളുടെ ലഗേജ് കിടക്കണ കിടപ്പൊക്കെ ഈ സാധനമൊക്കെയാണ് ഊരിയെടുത്ത് മാറ്റിയേട്ടാ. ഇവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ ഇത് കൊച്ചിന്റെ മാത്രം ഡ്രസ്സാണ് കേട്ടോ ഈ പെട്ടിയിലത്. എൻ്റെ മാത്രം ഡ്രസ്സ് ഈ ബാഗിൻ്റെ അകത്ത്. പിന്നെ ഇത് തയ്യൽ മെഷീൻ, പിന്നെ ഇതെല്ലാം ഡ്രസ്സ്, പിന്നെ അത് മേക്കപ്പിൻ്റെ സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് പുതിയ ബൊക്ക വാങ്ങിച്ചത്, കൊച്ചിൻ്റെ മേക്കപ്പ് ബാഗ്. ഇത് ഇവിടെ മേക്കപ്പ് ബാഗ്, നമ്മുടെ വണ്ടിയിലെ വാക്യൂം ക്ലീനർ, അങ്ങനെ 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 ഒരുപാട് 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 സാധനങ്ങൾ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാർ, അതൊക്കെയാണ് ആദ്യം മാറ്റേണ്ടത്. പിന്നെ കൊച്ചിന് വർക്കിന് മുമ്പ് ഇടാൻ പുതിയ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു. അത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് സ്പ്രേ പെയിൻറ്റ്, ഇത് കൊച്ചിൻ്റെ മേക്കപ്പ് സാധനം ഉണ്ടാകും. ഇത് വണ്ടിയിലിരുന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. ഇത് തയ്ക്കണേൻ്റെ സാധനങ്ങൾ, അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് ഞങ്ങൾ അൺലോഡ് ചെയ്യട്ടെ.
ഗൈസ്, അപ്പം നമ്മുടെ പുൽക്കൂടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ കഠിനമായി പണിയെടുത്തിട്ട് പുൽക്കൂട് കാണിച്ചു തരാം. ഫുള്ള് കഴിഞ്ഞിട്ടില്ല, പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? തീ കഴിയുന്ന സ്ഥലം ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. വിറകാമ്പൊക്കെ വരും, തീ കത്തിയ പോലുള്ള ഫീലായിരിക്കും. സ്റ്റാർ എന്തിനാ എന്താ പറയൂലേ പുൽക്കൂടിലേക്ക്? നക്ഷത്രം കണ്ടല്ലേ ഈശോന്റെ അങ്ങോട്ട് പോയത്, ജനിച്ച സ്ഥലം കണ്ടുപിടിച്ചത്. ആ നക്ഷത്രമാണ് ഇത്. അതുപോലെ ഒരു നക്ഷത്രമാണ് ഇത്. നമ്മള് തോട് കാണിച്ചു കൊടുക്കും, തോട്ടിൽ കൂടെ വെള്ളമൊക്കെ വരും രാത്രിയില്. ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ കണ്ട പൈപ്പൊക്കെ ഇട്ടുണ്ട്, ഇതിലേ കൂടി ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ ഇത് പോയിട്ട് തിരിച്ചു വരൂ വെള്ളം? ഇല്ലല്ലേ, പോയിക്കൊണ്ടിരിക്കുവാണല്ലേ മറ്റേ ഫൗണ്ടൻ പോലെ. പിന്നെ അതെ മമ്മിയുടെ കുറച്ച് ചെടിയൊക്കെ കൂടെ വളർന്നേക്കണ്ട. അമ്മച്ചി ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് കൈ കൊണ്ട് കാണിക്ക്, ഹായ്. വേണ്ട അമ്മച്ചി ഉഷാറായിട്ടാ. അപ്പോൾ പിന്നെ അതുപോലെ അതെ ഇവിടെ നിറച്ച് മമ്മിയുടെ പുതിയ കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് നോക്കിയത് ഇതേ ഈ സാധനമാണ്. ഇത് നോക്കി ഉണ്ടാക്കി വെച്ചേക്കണത്. ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? നോക്കി, ഇത് എന്താണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണ ലിക്വിഡില്ലേ, ആ ലിക്വിഡിൻ്റെ സാധനം കട്ട് ചെയ്ത് കണ്ട നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് സാധനം സെറ്റ് ചെയ്തേക്കണേ. പിന്നെ അതുകൂടാതെ ഈ സൈഡിൽ കുറച്ച് ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് പുതിയത്. ഇതുണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. വന്നപ്പോൾ തന്നെ എനിക്ക് ഇതായി. പിന്നെ ഇത് പുതിയത് കുറച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മമ്മി സമയം കിട്ടണ പോലെ പണി നടത്തണേന്ന്. അയ്യോ സാധനങ്ങൾ അടക്കണം, പെട്ടു കൊച്ചേ. മമ്മിക്ക് വാങ്ങിച്ചു കൊടുത്ത ടോപ്പാണ്ടത്. ഇറക്കം കുറച്ച് കുറക്കണം. ആ ഇത് കൊള്ളാം. മമ്മി അപ്പൊ ഇട്ട് നോക്കാൻ വേണ്ടി പോയതാട്ടാ. ആ ഉടുപ്പായിട്ടുണ്ട് ശരിക്കും. അതെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അടിപൊളിയായിട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മുടെ ക്രിസ്മസ് സന്ധ്യ ഉണ്ട് ചേച്ചിന്റെ പള്ളിയിൽ, മണിക്കടവ് കരോൾ ഗാനങ്ങളിലൊക്കെ പരിപാടി. അത് കാണാൻ പോകുന്നുണ്ട്. പൊളിക്കാം നമുക്ക്. ഇതപ്പോ ഞങ്ങളിതേ കൊച്ചിന്റെ വർക്കൊക്കെ അതിന് തിരിച്ചു വന്നപ്പോഴത്തേക്കും പപ്പയും മമ്മിയും കൂടി ഇതേ പുൽക്കൂട് സെറ്റ് ആക്കേണ്ടത് കണ്ടു നോക്കി. പൊളിയായിട്ടില്ലേ? എന്ത് രസല്ലേ, അടിപൊളിയായിട്ടുണ്ടോ? ഞങ്ങൾ പോണ സമയത്ത് പപ്പ ഇരുന്ന് മിക്സ് ചെയ്ത സാധനമാണിത്. കളറ് പച്ച കളറും പിന്നെ അറക്കപ്പൊടിയും പച്ചക്കളറും കൂടെ മിക്സ് ചെയ്തത്. ഇതുണ്ടോ മല കലക്കി, അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം വരും കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടല്ലേ? ഇതുണ്ട് തീ കായുന്ന നാട്ടിടയന്മാർക്ക് വേണ്ടി തീ. ഇപ്പൊ വെള്ളം വരും തോട്ടി കൂടെ, പക്ഷെ വെള്ളം ഇപ്പൊ പപ്പ വീട്ടിൽ ഓഫ് ചെയ്തിട്ടേക്കുവാ. പടക്കം 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 പടക്കം. ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം എന്താടി
ഇപ്പൊ കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്താ മോളെ നമുക്ക് വട്ടായി ഗൈസ്. എന്താ നിന്റെ പ്രശ്നം? ജോക്ക് നോക്കിയാടെ പുൽക്കൂടെ. ജോക്ക് പാപ്പന്റെ അടുത്ത് ഇത് അടങ്ങി ഒതുങ്ങി പാവം കൊച്ചായിട്ട് കിടക്കുക. എന്താ മോളെ എന്താ മോളെ കുട്ടാപ്പി ടോക്കുട്ടാ ടോക്കുട്ടാ പിടിക്കട പിടിക്കട പൊട്ടിക്കട പിടിക്കട പിടിക്കട പൊട്ടിക്കട. കുട്ടാപ്പി കുട്ടാപ്പി ഇവിടെ ഞങ്ങൾ മുട്ട ഫോട്ടോ എടുപ്പാണ്. നല്ല ഫ്രെയിം കണ്ടാ ഞങ്ങൾ വിടാറില്ല. അപ്പൊ കൊച്ചിന്റെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് കത്തിക്കാനായിട്ട് പടക്കങ്ങളുണ്ട്, ഗുണ്ടുണ്ട്, സാധനങ്ങളൊക്കെ കിടക്കണ്ട നമ്മുടെ കയ്യില്. നോയുടെ തോക്ക് കാണിച്ചു കൊടുത്തേ. പടക്കവും പൊട്ടിച്ചു. ഇതെന്താണ്? ബലൂണാ? ഇതാണ്ട നമ്മുടെ നൈറ്റ് നോക്കിയേ, പുൽക്കൂണ്ട ലുക്ക് നോക്കി, എന്ത് രസം നോക്കിയാ. അപ്പൊ ജോഷ്മി ചേച്ചിയുടെ കൂടി കഴിവുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണേണ്. കടന്നൂര് സുഹൃത്തുക്കളെ. ചേച്ചി ഇവിടെ നിന്ന് ഒട്ടിച്ചു നോക്കാം. അത് ഒട്ടിച്ചു നോക്കാം. ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു നോക്കാം. അപ്പൊ കുറച്ച് ലൈറ്റ് ആവും. എല്ലാരും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. നോയ് പറഞ്ഞേ. ഇവിടെ നോക്കിയേ, ഒരു തോക്ക് പൊട്ടിച്ചോറാ. പൊട്ടിക്ക്. തീർന്നാ? എന്റെ ഹാപ്പി ക്രിസ്മസ് പറ ഗൈസ്. അപ്പൊ ഇവരുടെ ചാനല് ഫാമിലി ട്രയൽസ് എന്ന് പറഞ്ഞ പേരിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കയറി നോക്കുക. പുതിയ ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ക്രിസ്മസിന്റെ ഒരു അടിപൊളി വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. എന്താട്ടാ പറ എന്തെങ്കിലുമൊക്കെ. എന്താണ് മലയാളി എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അന്നമ്മേനെ നോക്കി ഹാപ്പി ക്രിസ്മസ് പറ. അന്നമ്മ ക്രിസ്മസ് പപ്പനൊരു ഉടുപ്പൊക്കെ ഇട്ട് വന്നേക്കുന്നുണ്ടാ. ഡോക്കു പാപ്പന്റെ ഡോക്കു നോക്കേ. ഡോക്കു എവിടെ പോയി? കല്യാണത്തിന് പോയാ? സ്നഗ്ഗിട്ടാണോടാ കല്യാണത്തിന് പോയത്? സ്റ്റാർ കേട്ടോ, സ്റ്റാർ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓണായി കിടക്കണേ. ഡേഡ് നോക്കിയിരിക്കണേ. ഡേഡിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണേ. ഉണ്ണീഷോനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന ചെല്ലണേ. ഡേഡു അന്നമ്മേണോ ഓട്ടണോടാ? കൊട്ടിക്കോ. കുറച്ചും കൂടി പൊക്കി അടിച്ചാൽ അവൻ്റെ വയറ്റത്തുള്ളൂ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പോവല്ലേ അനമോ? തല്ലിപ്പൊട്ടിക്കല്ലടി. പിടിച്ചോ. ഡിങ്കിരി ഡിങ്കിരി ഡിങ്കി ഡിങ്കി ഡിങ്കി.
ഇത് ഇങ്ങനെയൊന്നല്ലടാ. എല്ലാരും കൂടെ നോക്കിയേ. അത് തന്നെ. അമ്മച്ചി ഞാൻ നേരത്തെ പഠിപ്പിച്ചാണ് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് വെടിക്കെട്ട് പൂരം കാണാം. ഗൈസ് ഞങ്ങളിപ്പോൾ ജസ്റ്റാറിൻ്റെ വീട്ടിലെത്തിയുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ പടക്കം പൊട്ടിക്കൽ പരിപാടിയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പടക്കം പൊട്ടിക്കലും ചെറുതായിട്ട് മത്താപ്പത്തിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളിക്കണേന്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും 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 മെരി ക്രിസ്മസ്. ഗൈസ് അപ്പം ഞങ്ങൾ ഒരു കിടിലൻ സാധനം അങ്ങോട്ട് പൊട്ടിക്കാൻ പോണേ കേട്ടാ. ഇതിന്റെ പേര് നമുക്ക് എന്തുകൂടാട്ടെ. ഇതിന്റെ പേര് ഒരു പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതെ, ഇതിന്റെ അകത്ത് നോക്കിയത് നോക്കി പട്ട 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 പട്ടേന്നും പറഞ്ഞ സാധനം പൊട്ടും. വെച്ചു കൊടുക്കണം. അതെ, കട്ട വെച്ച് കൊടുത്തില്ലെങ്കിലേ സാധനം എന്തായാലും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കാനല്ലേ. ഓ ഇതാണോ കട്ട? 2 ഇഷ്ടിക മതിയായിരുന്നു. ദൈവമേ, 2 ഇഷ്ടികെല്ലാം മതിയായിരുന്നട്ടാ. ഓ എനിക്കിതൊക്കെ പൊക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. ഗായ്സ് എല്ലാരും കണ്ടോട്ടാ, നീ കണ്ടില്ലെന്ന് പറയരുത്. ആ ഇനി അതൊക്കെ നോക്കിപ്പോ വന്ന ഓടിക്കോ, എല്ലാരും ഓടിക്കോ, ഇങ്ങോട്ട് വന്ന ഓടിക്കോ. ഓ അളിയ ഇത് തലയിലൊക്കെ വരോട്ടാ. ഇറങ്ങിയില്ലേ? ഇറങ്ങി. ഓ പൊളി 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 പൊളി. എന്റെ പൊന്നെ മാറിക്കേച്ചി അവിടെ. താരം കൂടെ പോണ്. എന്റെ പിന്നേട്ടാ അവിടെ നിന്ന് കാണണ്ട, ഇവിടെ നിന്ന് കാണും. ഇതല്ലേ ബ്യൂട്ടിഫുള്ള്. സാധനം തീർന്നു കേട്ടാ വെച്ചേ. എടാ ശങ്കരൻകുട്ടി മാധവനെ ഞാൻ വാ, ഓടി വാ. മാളി ചേച്ചി കുഞ്ഞൊക്കെ അവിടെ ഗ്ലാസ് അടച്ചിട്ട് പിടിച്ചിരുത്താനാണോ ഇത് പിടിച്ചോണ്ടിരുന്നു? അത്രേ ഉള്ളൂ, ഒന്ന് ഒരുങ്ങിയാൽ മതി, വേറെ എവിടെയും പോവില്ല. ഒരു മിനിറ്റ് പോരാ. തീ എവിടെ? തീ ഇവിടെ കത്തിക്കല്ല. അളിയാ ലാസ്റ്റ് സാധനം ഉണ്ടോ? ഓ എന്റെ ദൈവമേ, ഒരെണ്ണം ഉണ്ടായല്ലേ. അപ്പൊ കമോൺ. ഓ